വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെയും നീലാംബരി പ്രൊഡക്ഷൻസിൻ്റെയും പേരിൽ ഞാൻ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തുപോകാം സ്നേഹവും സൗഹൃദവും എന്ന വാക്ക് അതിൻ്റെ ഏതാണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥവ്യാപ്തിയോടുകൂടി ആലോചിച്ചൊരു സമയത്താണ് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ട് സമീപിക്കുന്നത്. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കുവിയും ക്യൂട്ടിയും ചേർന്ന് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല കൈയ്യടി കൊടുക്കാം. പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീമതി അമ്പിളി പൊന്നാടി അണിയിക്കുന്നു. ഒരുപാട് സിനിമകളുടെ ഫംഗ്ഷനുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് വെരി യുണീക്ക് എന്ന് പറയാം. നജസ് എന്ന് പറയുന്ന സിനിമ എനിക്കേറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ്. ഇതിലെ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോൺസെപ്റ്റും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിനു വേണ്ടിയിട്ട് എഫേർട്സ് എടുത്തിട്ടുള്ള എൻ്റെ പല സിനിമകളുടെയും പ്രൊഡ്യൂസറാണ് ശ്രീ മനോജ് ചേട്ടൻ ദുബായിലാണ്. മനോജ് ചേട്ടൻ എത്തിയിട്ടില്ല. പ്ലസ് മനോജ് ചേട്ടന് അതുപോലെ മനോജ് ചേട്ടൻ ഉൾപ്പെടെ അതിൻ്റെ എല്ലാ ഒഫീഷ്യൽസിനും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഇതിൽ ഞാനും ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിലെ കുവി നമ്മൾ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട എല്ലാ ഇമ്പോർട്ടൻസോടും കൂടിയിട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ആ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ടേക്ക് കെയർ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ കുവിക്ക് പറ്റട്ടെ. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ നല്ല ഇതിൽ നായിക കുവിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൽ ഞങ്ങളുടെ രാജസ് എല്ലാവരും കാണണം. ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഒരു ഉസ്താദിന്റെ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന മനോജ് ചേട്ടനാണ്. അദ്ദേഹമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രം. ആളുടെ വൈഫിന്റെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. അപ്പോൾ ഇത് ഞാൻ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയ സിനിമയെക്കാളും ഇതൊരു ആത്മാവുള്ളൊരു സിനിമയാണ്. അത് ഞാൻ വാക്കു തരുന്നു. വലിയ വലിയ സിനിമകൾക്കിടയിൽ നിങ്ങൾ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം എന്നുള്ളതിൻ്റെ അപ്പുറം ഇവിടെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം ആണ്. അതിനപ്പുറം ഇന്ന് പ്രിയപ്പെട്ട മാമുക്കോയ നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു കൊല്ലമാവുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട മാമുക്കോയനോടാണ് പോയി പറയുന്നത്. അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ വരികയും ശബ്ദത്തിനൊക്കെ മാറ്റം വരികയൊക്കെ ചെയ്ത സമയത്താണ് മറ്റൊരു കഥാപാത്രം മറ്റൊരു നടനെ വെച്ച് ഈ കഥാപാത്രം ചെയ്യിപ്പിക്കേണ്ടി വന്നത്. അത് പല അന്വേഷണങ്ങൾക്കൊടുവിൽ ആണ് ഇതിൻ്റെ നിർമ്മാതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മനോജ് ഗോവിന്ദൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ മനോജേട്ടൻ തന്നെ ഈ കഥാപാത്രം ചെയ്താൽ മതി. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീനുകളിലും കുവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു സിനിമയാണത്. വളരെ നമ്മൾ ചാർലിയൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ടാവും. കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഞങ്ങൾ ഏകദേശം ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുവിക്ക് ഏകദേശം ഒരു 6 മാസം ട്രെയിനിങ് ഞാനും അജിത്തേട്ടനും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ മൊത്തം സീനുകളിൽ കുവി അങ്ങനെ അഭിനയിച്ചത്. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, കുവി ഇന്ത്യൻ പെരുകൈ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ കൺട്രി ഡോഗ്സ്, സ്ട്രേ ഡോഗ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നാടൻ നായ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു നായയുടെ അറ്റൻഷനൊക്കെ മറ്റ് ബ്രീഡുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവ് തന്നെയാണ്. പക്ഷേ കുവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവി ഒരിക്കലും ലൊക്കേഷനിൽ ഒരാളോട് പോലും അഗ്രസീവ് ആവോ വേറെ ഏതെങ്കിലും എനിമൽ വന്നാൽ അഗ്രസീവ് ആവോ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസം, അതായത് മെയ് 29-ാം തീയതി
നജസ് തിയേറ്ററുകളിലെത്തും. നജസ് ഇതിനോടകം തന്നെ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ചിലിയിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച സിനിമാറ്റോഗ്രാഫി, മികച്ച സ്ക്രിപ്റ്റ്, മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ സംഭവങ്ങൾ. അതേപോലെ തന്നെ ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം, ജാർഖണ്ഡ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം, അതേപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക് അവാർഡിൽ മികച്ച ദേശീയ ഉദ്ഘാടന ചിത്രത്തിനുള്ള പുരസ്കാരവും, ഇതിൽ അഭിനയിച്ചതിന് ശ്രീ മനോജ് ഗോവിന്ദിന് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ചില ഫെസ്റ്റിവലുകൾ നടക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിൽ തികച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഒട്ടും ഇൻ്റലക്ച്വൽ എന്താണ് ഈ പറയുന്ന സാധനങ്ങളൊന്നുമില്ലാത്ത സിനിമയാണ്. ഇങ്ങനെ ഒരു അവാർഡ് സിനിമ കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുമെങ്കിൽ തിയേറ്ററിൽ തന്നെ നജസ് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സിനിമയെ പറ്റി പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം ഈ ഒരു സിനിമയുടെ പ്രൊമോഷനിൽ, അതായത് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുരളിച്ചേട്ടനും പിന്നെ നമ്മുടെ മനോജ് ചേട്ടനും ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാം. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് പ്രിവ്യൂ കണ്ടു. പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീജിത്ത് ചേട്ടൻ എന്താണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്, അതായത് എന്താണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി. ഫോർ മീ പേഴ്സണലി എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക. കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുവി എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇങ്ങനെ ഒരു വേദി, അതായത് ഇങ്ങനെ ഒരു പെറ്റ് ഷോ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും ഇങ്ങനെ ഒരു നിമിത്തത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഇതിൽ എന്താ പറയുക, എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, കുവിയെ മാറ്റി നിർത്തി പറയാമെന്നുണ്ടെങ്കിൽ, ഇതിൽ അഭിനയിച്ചിട്ടില്ല മനോജ് ചേട്ടൻ. ഞാൻ ശരിക്കും മനോജ് ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ്, അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമിയോ മോഡിൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ അത്രത്തോളം ഒരു കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് മനോജ് ഗോവിന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ആയിട്ടുള്ള. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഉൾക്കരുത്ത് ഉണ്ടാകത്തുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച്.